Hi guys, welcome back to my channel. അങ്ങനെ അജയൻ്റെ രണ്ടാം മോഷണം AMR ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ കുഞ്ചാക്കോബൻ്റെയും ബേസിലിൻ്റെയും സ്റ്റോറി കണ്ടിട്ട് ഞാൻ നേരെ നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ട്രെയിലർ റിയാക്ഷനിലേക്ക് പോവാം. സംഭവം 3D ആണ്, പോസ്റ്റർ തന്നെ വ്യക്തമായിട്ട് കാണിക്കുന്നത് 3D ആണ്. പിന്നെ ഒരു കള്ളൻ്റെ കഥയാണെന്നുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ ഓരോ റൂമേഴ്സ് ഉണ്ട്, ബേസിൽ വില്ലനാണ്, മറ്റാണ്, മറിച്ചാണ്. അത് എവിടെന്നോ പാട്ടുകൾ ലീക്കാക്കിയതാണ്, എവിടെ നിന്നൊക്കെ, അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ലായിരുന്നു. എനിവേ നമുക്ക് എന്തായാലും ട്രെയിലറിലേക്ക് പോവാം. ആകാശത്തു നിന്നും പൊട്ടി വീണ നക്ഷത്രങ്ങൾ കാറ്റിനെക്കാളും വേഗത്തിൽ മിന്നലിനേക്കാളും പ്രകാശത്തിൽ നമ്മൾ ഈ ഹരിതത്വ ഹരിപുരം ഭാഗത്ത് ഒരു കളിക്കാരനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മളെ തറവാട്ടിലെ കാർഡനെ കുറിച്ചാണ് പറഞ്ഞത്. നാടായ നാടുവിറ്റ് കട്ടുപിടിച്ച് നടക്കുന്നവർക്ക് തലയൊട്ടിച്ച് നടക്കാൻ പറ്റാണ്ട് 4 ഭാഗത്തും നോക്കി നിന്നോളും ഏരിയ കൊള്ളിക്കാരും മതിയ വലിയ മണിയാണ്. ടോണിയുടെ 50ാമത്തെ സിനിമയാണ്. സ്വർണത്തിനേക്കാളും മൂല്യണ്ടായിരുന്നു പോലെ. എന്റെ ആകാശവും മണ്ണെല്ലാം നീയാണ്. ശ്വസിക്കുന്ന വായുവിന് ഒരാളെ പിടികൂടല്ലേ. ആക്ഷൻ സീക്വൻസ് സെറ്റ് എന്തോ മീശമാണോ ഞാൻ കളിക്കുന്ന ഈ കളിക്ക് ഒരു ചാവേറാണ്. രാത്രി ഒളിച്ചും പാത്തും വീട്ടിൽ കയറുന്നത് നിന്റെ ചോരന്റെ കൊണ്ടുകൊണ്ടാണ്. ഇത് പക്ക, വിച്ച് മീൻസ് മേക്കിംഗ് ഒരു രക്ഷയില്ല കേട്ടോ. സെറ്റ് മേക്കിംഗ് പെർഫെക്റ്റ്. മണിയെ പോലെ ഒരാൾക്ക് മാത്രം എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇനി ഉണ്ടാവില്ലേ ചെയ്യാറുണ്ടാവില്ല. BGM പൊളി. പൊളി പൊളി. ഓണം ഇത് സംഭവം കൊള്ളാം, നൈസായിട്ടുണ്ട്. കിടില മേക്കിംഗ്, ഒരു രക്ഷയുടെ മേക്കിംഗ്. ജിതിൻ ലാൽ ഡയറക്ഷൻ. ജിതിൻ ലാൽ ആക്ച്വലി ബേസിലിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആണ്. അപ്പം പുള്ളിക്കാരൻ അങ്ങനെ വന്നതാണ്. ഫസ്റ്റ് പ്രോജക്റ്റ് ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ്. അത് സമ്മതിക്കണം. പുള്ളിക്കാരൻ്റെ ആ ഒരു ഗട്ട്സ്, അതൊരു നിസ്സാര ഗട്ട്സ് അല്ല. അതിനുള്ള മിക്കവാറും ബേസിലൊക്കെ കാണും. ബേസിൽ പറയാം നീ ഇടറേ, ബാക്കി നമുക്ക് നോക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കാണും. പക്കയായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു പുതിയ ഡയറക്ടറാണ് ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യം പറയത്തില്ല. അമ്മാതിരിയായിട്ട് എടുത്തിട്ടുണ്ട്. 3D എഫക്ട്സ് ഒക്കെ നമുക്ക് ബാക്ക് ചെയ്ത് തിയേറ്ററിലാണെന്ന് പറയാം. 3D എഫക്ട്സ് ഒക്കെ അങ്ങനെ വർക്ക്ഔട്ട് ആവും. പക്ഷേ മേക്കിങ്ങും BGM സ്കോറിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ട്രെയിലറിൽ ടോണിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല കേട്ടോ, പൊളി. അപ്പൂപ്പൻ നൈസായിട്ടുണ്ട്, അടിപൊളി, കിടില. ഇപ്പോഴത്തത് ഒരു പാവത്താനാണ്. പുള്ളിക്കാരൻ ഒരു ആവശ്യത്തിന് എന്തോ വരുമ്പോൾ മോട്ടിക്കാൻ പോകുന്നത്, അതിൻ്റെ സംതിങ് എന്തോ ആണെന്നാണ് തോന്നുന്നു ബേസ് കണ്ടിട്ട്, സ്റ്റോറി ബേസ്. ബട്ട് നൈസ്. എനിക്ക് സ്റ്റോറി എവിടെയൊക്കെ കുറച്ച് കിട്ടിയിട്ടുണ്ടെന്നുള്ള വിശ്വാസം വെച്ച് നോക്കുമ്പോൾ. ബട്ട് നമുക്ക് എന്തായാലും ബാക്കി സ്ക്രീനിൽ കാണാം. എന്തായാലും ഓണത്തിന് ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കുമ്പോൾ, ഓണം ആര് കൊണ്ടുപോകും, ആര് തൂക്കി എന്നുള്ളത് നമുക്ക് അപ്പം സംസാരിക്കാം. എനിവേ ട്രെയിലർ വാസ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പം
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നാലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ. ബൈ.